എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 2ാമത്തെ സർഗത്തിലെ 24 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ശ്ലോകങ്ങളിൽ ബ്രഹ്മാവ് വന്നിരുന്ന് പൂജകളൊക്കെ ചെയ്യുന്നു. വാൽമീകി മഹർഷി പൂജകളൊക്കെ ചെയ്യണതും അതിനുശേഷം പറയാൻ പോണതും പറയണത് അടുത്ത ദിവസം നോക്കാം. ആ യഥാവിധി പൂജകളൊക്കെ ചെയ്യണതിനെ പറ്റിയിട്ടും ഒക്കെയാണ് പറയാൻ പോണത്. നമുക്ക് 24ാമത്തെ ശ്ലോകം ആദ്യം നോക്കാം. വാൽമീകിരഥതം ദൃഷ്ട്വാ സഹസോത്ഥായ വാഗ്യത പ്രാഞ്ജലി പ്രയതോ ഭൂത്വാ തസ്ഥൗ പരമവിസ്മിത. അപ്പോൾ പെട്ടെന്ന് വാൽമീകി ബ്രഹ്മാവിനെ കണ്ടപ്പോൾ അത്ഭുത പരതന്ത്രനായി തീർന്നു. ഒട്ടും പ്രതീക്ഷിക്കണില്ലല്ലോ. ധ്യാനം നടത്തി കഥയെപ്പറ്റി, അതായത് ഈ സംഭവത്തെപ്പറ്റി പിന്നെയും ആലോചിച്ചുകൊണ്ടിരുന്നു. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് യാതൊരു തീർച്ചയും ഒന്നും തോന്നണില്ല. അപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഇടപെടൽ സംഭവിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവിനെ കണ്ടതോടുകൂടിയിട്ട് വല്ലാത്ത അത്ഭുത പരതന്ത്രനായി. അതാണ് അഥ തം ദൃഷ്ട്വാ. പെട്ടെന്ന് ബ്രഹ്മാവിനെ കണ്ടതോടുകൂടിയിട്ട് വാൽമീകി അത്ഭുത പരതന്ത്രനായിട്ട് എന്ത് ചെയ്തു? വാഗ്യത സഹസാ ഉത്ഥായ. വാഗ്യത ഒരു പ്രത്യേക വാക്കാണ്. വാക്കുകളെ നിയന്ത്രിച്ചവൻ. അതായത് അത്രയും നേരം കുട്ടികൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മനസ്സിൽ കഥയാണ്, ആ സംഭവമാണ്, വേടൻ്റെ കഥയൊക്കെയാണ് ഉള്ളതെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വേറെ കഥകളായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ബ്രഹ്മാവ് വന്നത്. വാൽമീകി പെട്ടെന്ന് വാക്കുകൾ പറയലൊക്കെ നിർത്തിയിട്ട് മനസ്സിനെയും നിയന്ത്രിച്ചിട്ട്, മനോവാക്കുകൾക്ക് നിയന്ത്രണം വരുത്തിയവൻ, വാക്കിന് നിയന്ത്രണം വരുത്തിയ ആൾ എന്നുള്ള അർത്ഥത്തിലാണ് വാഗ്യത എന്ന് പറഞ്ഞത്. അങ്ങനെ വാക്കിനെ നിയന്ത്രിച്ചവനായ, അപ്പോൾ മനസ്സിനെയും നിയന്ത്രിച്ചു, അങ്ങനെയുള്ളവനായ ആ വാൽമീകി ബ്രഹ്മാവിനെ കണ്ടിട്ട് സഹസാ ഉത്ഥായ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചാടി എണീക്കുകയാണ്. ആ ചിത്രമൊക്കെ നമുക്കിങ്ങനെ മനസ്സിൽ കാണാൻ പറ്റും, വർണ്ണനയുടെ ആ സാരല്യം കൊണ്ട്, എളുപ്പം കൊണ്ട്. അങ്ങനെ എണീറ്റിട്ട് എന്ത് ചെയ്തു? പ്രാഞ്ജലി പ്രയതോ ഭൂത്വാ തസ്ഥൗ പരമവിസ്മിത. വാൽമീകി അദ്ദേഹത്തിനെ കണ്ടിട്ട്, ബ്രഹ്മാവിനെ കണ്ടിട്ട് കൈകൂപ്പി പിടിച്ചു. പ്രാഞ്ജലി പ്രയതോ ഭൂത്വ, വളരെ വിനമ്രനായിക്കൊണ്ട്, വളരെ തൻ്റെ വിനയം മുഴുവനും താൻ അറിയാതെ തന്നെ പുറത്തേക്ക് വരികയാണ്. ഇതെന്താ ഇവിടെ സംഭവിച്ചത് എന്നുള്ള ചിന്തകളോട് കൂടിയിട്ട് പരമവിസ്മിത തസ്ഥൗ, വളരെയധികം അത്ഭുതത്തോടു കൂടിയിട്ട്, വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാൻ വയ്യ, പരമവിസ്മിത എന്നുള്ളൊരു വാക്ക് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒരവസ്ഥ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നു ചേർന്നതാണല്ലോ. ആ ഒരു സംഭവത്തെ അങ്ങോട്ട് അത്ഭുതത്തോടു കൂടി നോക്കി കണ്ടുകൊണ്ട് അവിടെ അങ്ങനെ ഒന്നും പറയാനാവാതെ പറകയിലൊക്കെ നിർത്തിയിട്ട്, കഥ പറയലും മനസ്സിൻ്റെ ആ വ്യാപാരങ്ങളുമൊക്കെ നിർത്തിവെച്ച് കുറച്ച് നേരത്തേക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് പോലും വാൽമീകിക്ക് മനസ്സിലാവാതെയായി. അങ്ങനെ അവിടെ വിസ്മയിച്ചുകൊണ്ട്, അത്ഭുതപ്പെട്ടുകൊണ്ട് നിന്നു. അടുത്ത ശ്ലോകം നോക്കാം. പൂജയാമാസതം ദേവം പാദ്യാർഘ്യാസനവന്ദനൈ പ്രണമ്യ വിധിവച്ചൈനം പൃഷ്ട്വാ ചൈവ നിരാമയം. പെട്ടെന്നാണ് ബോധോദയം ഉണ്ടായത്. അങ്ങനെ വെറുതെ നിന്നാൽ പോരല്ലോ, വന്ദിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്തത്? തം ദേവം പാദ്യ അർഘ്യ ആസനവന്ദനൈഹി പൂജയാമാസ. ആ ബ്രഹ്മദേവനെ പാദ്യം, അർഘ്യം, ആസനം, അതുപോലെ തന്നെ വന്ദനം. പാദ്യം എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള, പാനം ചെയ്യാൻ കുടിക്കാനുള്ള വസ്തുക്കൾ കൊടുക്കുക. അർഘ്യം പൂജകൾ ചെയ്യുക. ആസനം ഇരിപ്പിടം നൽകുക. അതുപോലെ മുഖ്യ അതിഥിയെ വേണ്ടതുപോലെയൊക്കെ പൂജിക്കുക. എന്തൊക്കെ അദ്ദേഹത്തിന് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് പൂജയാമാസ, വേണ്ടതുപോലെ പൂജിച്ചു. അതിഥി സത്കാരങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പ്രണമ്യ, ഒന്നുകൂടിയും നമസ്കരിച്ചിട്ട് വളരെ ആദരവോടുകൂടിയിട്ട് വിധിവത് ഏനം നിരാമയം ച പൃഷ്ട്വാ. എന്താ ചെയ്തത്? അതിനുശേഷം ഒരാളെ കാണുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ, വയ്യായികയൊന്നും ഇല്ലല്ലോ അല്ലേ, അനാമയം, അതാണ് നിരാമയം, അസുഖങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ആദ്യം ചോദിക്കണം. അതിനെയാണ് കുശലം ചോദിക്കുക എന്ന് പറയാം. അങ്ങ് കുശലിയല്ലേ, അസുഖങ്ങളോ വയ്യായികകളോ ഒന്നും ഇല്ലേ, അല്ലാതെ കണ്ട ഉടനെ തന്നെ എന്താ ഇപ്പം ഇങ്ങോട്ട് പോകുന്നേ എന്ന് പറഞ്ഞിട്ട് അപമര്യാദയായിട്ടുള്ള ഓരോ ചോദ്യങ്ങളൊന്നുമല്ല. എന്താ പോകുന്നതെന്നുള്ള ചോദ്യമൊക്കെ മനസ്സിലുണ്ടാവുമെങ്കിലും അതൊന്നും ആദ്യം എടുത്ത് ചോദിക്കരുത്. അങ്ങ് സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ എന്നാണ് ചോദിക്കേണ്ടത്. ആ ഒരു ചോദ്യം നമ്മൾ കഥകളി പദത്തിൽ കേട്ടിട്ടുണ്ടല്ലോ. ഒട്ടും സുഖമല്ലാതെ
വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കുകയാണ് ദേവി സീത. എങ്കിലും ഹനുമാനെ പിടിച്ചു കെട്ടിയിട്ട് പുത്രന്മാർ കൊണ്ടുവന്നപ്പോൾ ആദ്യം തന്നെ ചോദിക്കണ ചോദ്യം അതല്ലേ, സുഖം ദേവി എന്ന് പറയണ ആ വരി അതല്ലേ, സുഖമോ ദേവി എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒട്ടും സുഖമല്ല എന്ന് അറിയാമെങ്കിൽ കൂടി ചോദിച്ചു പോവുകയാണ്. അങ്ങനെയാണ് ചോദിക്കേണ്ടത്, അതാണ് അതിൻ്റെ ഒരു ശരി. അതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങേക്ക് ഇവിടെ സുഖമല്ലേ, ആശ്രമത്തിൽ സുഖമല്ലേ എന്ന് സീതയോട് ചോദിക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ട് ഏറ്റവും അച്ഛന് പരിചിതനായിട്ടുള്ളൊരു മുനിയുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിലും വലിയ പരിചയമൊന്നുമില്ല. 2 കുട്ടികളായി അവരെയൊക്കെ നോക്കിക്കൊണ്ട് ദുഃഖിതയായിരിക്കുന്ന സീതാദേവിയോടും ഹനുമാൻ ചോദിക്കുന്നത് കുശലം തന്നെയാണ്. അതാണ് സുഖം ആണോ എന്ന് ചോദിക്കുന്നത്. അതേ ചോദ്യം തന്നെയാണ് ഇവിടെ പറയണത്. വിധിവത്, അതാണ് ചോദിക്കേണ്ടത്, വിധി അതാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, നിരാമയം പൃഷ്ട്വാച, ആകുലതകൾ, വയ്യായികകൾ, ബുദ്ധിമുട്ടുകൾ, ക്ഷീണങ്ങളൊന്നും ഇല്ലല്ലോ, സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. എന്നിട്ട് എന്താ ഉണ്ടായത്? അതിൻ്റെ തുടർച്ച അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. 26ാമത്തെ ശ്ലോകം നോക്കൂ. അധോ ഭവിഷ്യ ഭഗവാനാസനേ പരമാർച്ചിതേ വാൽമീകയേ ചർഷയേ സന്ധിദേശാസനം തഥാ. അങ്ങനെ അധ അനന്തരം ഉപവിശ്യ ഇരുന്നിട്ട് ആര്? ഭഗവാൻ. പരമാർച്ചിതേ ആസനേ ഉപവിശ്യ ഭഗവാൻ. വാൽമീകി തയ്യാറാക്കി കൊടുത്ത വളരെ ആദരവോട് കൂടിയിട്ട് ഇരിപ്പിടം ഒരുക്കി കൊടുത്തു വാൽമീകി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ. വന്ദനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ആ ആസനത്തിൽ, ആ സിംഹാസനത്തിൽ, അവിടെ വലിയ സിംഹാസനമൊന്നും ഉണ്ടാവില്ല, ഇരിക്കാനുള്ള ഇരിപ്പിടം തന്നെ ഉണ്ടാവുള്ളൂ ആശ്രമത്തിൽ. അവിടെ സന്തോഷത്തോടു കൂടി ഇരുന്നിട്ട് ഭഗവാൻ ബ്രഹ്മാവ് എന്ത് ചെയ്തു? വാൽമീകയേ ചർഷയേ സന്ധിദേശ ആസനം തഥാ അതിനുശേഷം ഋഷയെ വാൽമീകയേ ച ആസനം സന്ധിദേശ, ഋഷി വാൽമീകിയോടും ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഒരാൾ വരുമ്പോൾ അവരെ വന്ദിച്ചിട്ട് അവരിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇരിക്കാവൂ. അത് അവരോടുള്ള ബഹുമാനത്തിൻ്റെ ഒരു വലിയ പ്രദർശനമാണ്, കാണിക്കാൻ വേണ്ടി ചെയ്യണതല്ല, അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ കാവ്യപ്രകാശം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കാവ്യപ്രയോജനം എന്താണെന്ന് പറയും. കാവ്യം യശസേ അർത്ഥകൃതേ വ്യവഹാരവിദേ ശിവേതരക്ഷതയെ സദ്യ പരനിർവൃതയെ കാന്താസംഹിതയോ ഉപദേശയുജേ എന്നിങ്ങനെ 6 പ്രയോജനങ്ങൾ പറയും. കാവ്യം യശസ് കിട്ടാൻ, പണം കിട്ടാൻ, വ്യവഹാരങ്ങൾ അറിയാൻ എന്ന് പറഞ്ഞാൽ ലോകത്തെങ്ങനെ പെരുമാറണമെന്നറിയാൻ. അത് ഇതിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓരോ ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, അതാണ് വ്യവഹാരവിധേ. പിന്നെ ശിവേതരക്ഷതയെ, മംഗളങ്ങൾ ഉണ്ടാവാൻ, അമംഗളങ്ങൾ നശിക്കാൻ ഒക്കെ ആവാം. പിന്നെ ആസ്വാദനം ഉണ്ടാവാൻ, ഉപദേശം കിട്ടാൻ എന്നൊക്കെ 6 പ്രയോജനങ്ങളെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രയോജനമാണ് ലോകത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ബ്രഹ്മാവിനെ പോലെയുള്ളൊരു ദേവൻ വരുമ്പോൾ വളരെ വലിയ ജ്ഞാനിയാണ് വാൽമീകിയെങ്കിലും ആദ്യം കയറി അങ്ങോട്ട് ഇരുന്നുകൂടാ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. നമ്മളെക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള, നമ്മളെക്കാൾ മുതിർന്നവനായിട്ടുള്ള, അതൊന്നും വേണ്ട, ഒരു അതിഥി വന്നിട്ടുണ്ടെങ്കിൽ അതിഥിയെ ഇരുത്തിയതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുമ്പോഴേ നമ്മൾ ഇരിക്കാവൂ. നമ്മുടെ അല്ലേ ഗൃഹം, നമ്മുടെ അല്ലേ വീട്, നമ്മുടെ അല്ലേ കസേര എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ശരി. അതാണ് ഇവിടെ പറയണത്. ബ്രഹ്മാവ് സ്വയം ഇരുന്നു, അതിനുശേഷം വാൽമീകിയോട് ഇരുന്നോളാനും പറഞ്ഞു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വിസ്തരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വാൽമീകിക്കും ഇരിപ്പിടം നിർദ്ദേശിച്ചത്. ആസനം സന്ധിദേശ. എന്നിട്ട് 27ാമത്തെ ശ്ലോകം നോക്കൂ. ബ്രഹ്മണാ സമനുജ്ഞാത സോപ്യുപാവിശദാസനേ ഉപവിഷ്ടേ തദാ തസ്മിൻ സാക്ഷാല്ലോകപിതാമഹേ. അങ്ങനെ ബ്രഹ്മാവിനാൽ സമനുജ്ഞാത, ബ്രഹ്മണ സമനുജ്ഞാത, ബ്രഹ്മാവ് അനുവദിച്ചു, അപ്പോൾ ഇരുന്നു വാൽമീകി. അതാണ് ബ്രഹ്മണ സമനുജ്ഞാത സ ആസനേ ഉപാവിശത് സഹ അഭി. ബ്രഹ്മാവ് അനുവദിച്ചപ്പോൾ ആ വാൽമീകിയും തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു. ഉപാവിശത് ഇരുന്നു എന്നർത്ഥം, തൻ്റെ ഇരിപ്പിടത്തിലിരുന്നു. എന്നിട്ട് തഥാ തസ്മിൻ ഉപവിഷ്ടേ, ആ വാൽമീകി ഇരുന്നപ്പോൾ, രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. സാക്ഷാത് ഉപവിഷ്ടേ അങ്ങനെ വേണമെങ്കിൽ പറയാം.
മുഖത്തേക്ക് മുഖം നോക്കിയിരിക്കുകയാണ്. ഒരേ ദിശയിലേക്ക് നോക്കിയിട്ടല്ല, ഒരേ ഡയറക്ഷനിൽ ഇരിക്കുകയല്ല ചെയ്യണത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുക, അഭിമുഖമായിട്ട് ഇരുന്നപ്പോൾ. അതാണ് സാക്ഷാത് എന്ന് അങ്ങനെ ഒരർത്ഥം പറഞ്ഞു കാണാനുണ്ട്. ആ സമയത്ത് പിതാമഹൻ എന്താ ചെയ്തത്? അതാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, തദ്ഗതേനൈവ മനസാ വാൽമീകിർധ്യാനമാസ്ഥിത പാപാത്മനാ കൃതം കഷ്ടം വൈരഗ്രഹണ ബുദ്ധിന. ആ പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് എന്തോ പറയാൻ പുറപ്പെട്ടപ്പോഴും വാൽമീകിയുടെ മനസ്സ് ആ പാപാത്മാവായിട്ടുള്ള വേടൻ ചെയ്ത പ്രവൃത്തിയെ പറ്റിയിട്ട് മാത്രമാണ്. അതാണ് തദ്ഗതേനൈവ മനസാ വാൽമീകിർ ധ്യാനമാസ്ഥിത. ബ്രഹ്മാവ് പറഞ്ഞുല്ലോ വാൽമീകിയോട് ഇരിപ്പിടത്തിലിരിക്കാൻ. വാൽമീകി ഇരുന്നു, വീണ്ടും ആ ചിന്തയിലേക്ക് തന്നെ പോയി. അതാണ് വാൽമീകി തദ്ഗതേനൈവ മനസാ ധ്യാനം ആസ്ഥിത. വാൽമീകി പെട്ടെന്ന് തന്നെ തദ്ഗതേന, പിതാമഹൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും ആ പക്ഷികളെ വധിച്ചതിൻ്റെ ഓർമ്മയിൽ ധ്യാനത്തിൽപ്പെട്ടുപോയി. മനസ്സ് പിന്നെയും ആ വിഷയത്തിൽ തന്നെ പോയി ഉറച്ചു നിന്നു. എന്തായിരുന്നു അത്? പാപാത്മന കൃതം കഷ്ടം വൈരഗ്രഹണ ബുദ്ധിന. വൈരഗ്രഹണ ബുദ്ധിന പാപാത്മന കഷ്ടം കൃതം എന്ന വിഷയത്തെ ചൊല്ലിയിട്ട് ആ വൈരം, ഒരു എന്താണ് പറയുക, ഒരു കാലുഷ്യം, ഒരു വല്ലാത്ത അസൂയ വച്ച് പുലർത്തുന്നവനായ ആ കാട്ടാളനാൽ വൈരഗ്രഹണ ബുദ്ധിന പാപാത്മന, ആ പാപിയായിട്ടുള്ള ആ കാട്ടാളനാൽ കഷ്ടം കൃതം, തെറ്റന്നെയാണ് ചെയ്തത്, അരുതാത്ത പ്രവൃത്തി തന്നെയാണ് ചെയ്തത് എന്ന് ഓർത്തുകൊണ്ട് ആ വാൽമീകി ധ്യാനത്തിലേക്ക് അറിയാതെ വഴുക്കിപ്പോയി. അതിൽ വഴുതി വീണു. തൊട്ടു മുമ്പിൽ ബ്രഹ്മാവാണ്, പിതാമഹനാണ് ഇരിക്കുന്നത് എന്ന് പോലും ആലോചിച്ചില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒന്നുകൂടി പറയാണ്, യത്താദൃശം ചാരുരവം ക്രൗഞ്ചം ഹന്യാദകാരണാത് ശോചന്നേവ പുനഃക്രൗഞ്ചീമുപശ്ലോകമിമം ജഗൗ. എന്തായിരുന്നു ആ ഒരു സംഭവം? ഒന്നുകൂടി അത് ചിത്രീകരിച്ച് കാണിക്കുകയാണ്. യത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ, താദൃശം ചാരുരവം ക്രൗഞ്ചം അകാരണാത് ഹന്യാത്. അപ്രകാരമൊക്കെ നല്ല ശബ്ദം പുറപ്പെടുവിച്ച് ആസ്വദിച്ച് ഉല്ലസിച്ച് പറന്ന് നടക്കുകയായിരുന്ന ആ ക്രൗഞ്ചത്തിനെ, ചാരുരവം ക്രൗഞ്ചം പുരുഷനെയാണ് എന്നുള്ളത് കൊണ്ടാണ് ക്രൗഞ്ചം എന്ന് തന്നെ പറഞ്ഞത്. ആ പക്ഷിയെ അകാരണാത് ഹന്യാത്, യാതൊരു കാരണവുമില്ലാതെ അതിനെ കൊന്നില്ലേ, വധിച്ചല്ലോ, കഷ്ടം തന്നെ, അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയായിരുന്നില്ലേ എന്നൊക്കെ. ക്രൗഞ്ചിയും ശോചന്നേവ, ആ ക്രൗഞ്ചിയെ ഉദ്ദേശിച്ച് ദുഃഖിച്ചുകൊണ്ട് തന്നെ പുനഃ ഉപശ്ലോകം ഇമം ജഗൗ, വീണ്ടും അപ്പോൾ ഇരുന്ന് പാടിയതായ ശ്ലോകത്തെ, അതായത് ആ മാനുഷാദ പ്രതിഷ്ഠാന്തം എന്ന് തുടങ്ങുന്ന ശ്ലോകം ഒന്നുകൂടിയും ചൊല്ലി എന്നർത്ഥം. അതാണ് ക്രൗഞ്ചിയെ ഓർത്തുകൊണ്ട്, ക്രൗഞ്ചിയും ശോചന്നേവ, ക്രൗഞ്ചിയെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് തന്നെ ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാൻ ആരംഭിച്ചു. അപ്പോൾ അത് കേട്ടിട്ട് ബ്രഹ്മാവ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചുകൊണ്ട് പറയണ 30ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പുനരന്തർഗതമനാഹ ഭൂത്വാ ശോകപരായണ തമുവാച തതോ ബ്രഹ്മ പ്രഹസൻ മുനിപുംഗവം. അങ്ങനെ പിന്നെയും ആ വിഷയത്തിൽ തന്നെ പെട്ടുപോയവനായ ആ വാൽമീകിയെ കണ്ടുകൊണ്ട് ബ്രഹ്മാവിന് പാവം തോന്നുകയെ അല്ലെങ്കിൽ ചെറിയൊരു തമാശ തോന്നുകയൊക്കെയാണ്, ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ഇത്രയ്ക്കൊന്നും വിഷമിക്കണ്ട എന്ന് പറയണ ഒരു ഛായയാണ് നമുക്കിവിടെ തോന്നുക. പുനഃ അന്തർഗതമനാഹ ശോകപരായണ ഭൂത്വ ശ്ലോകം ഇമം ജഗൗ എന്നാണ് പറയേണ്ടത്. കഴിഞ്ഞ ശ്ലോകത്തിലേക്കുള്ള അന്വയമാണ് ആ വാക്കുകൾ. ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന ദുഃഖത്തോട് കൂടിയിട്ട് ശോകപരായണനായിട്ട് അന്തർഗതമനാഹ, പുറത്തേക്കൊന്നും പറയണമില്ല, അതുപോലെ ബ്രഹ്മാവിനോട് ഇരിക്കാനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെയും നിശബ്ദനായി തീർന്നു. അങ്ങനെ ഇരുന്നു കൊണ്ട് ആ ശ്ലോകം പിന്നെയും ചൊല്ലി എന്ന ആദ്യത്തെ വരി ഇതിന് തൊട്ടു മുമ്പത്തെ ആ വരിയോടാണ് ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ദുഃഖിതനായ ആ മുനിപുങ്കവനെ ആശ്വസിപ്പിക്കുകയാണ് ബ്രഹ്മാവ്. അതാണ് തം മുനിപുങ്കവം പ്രഹസൻ ബ്രഹ്മാ തഥ ഉവാച. ആ മുനിപുങ്കവനെ ആശ്വസിപ്പിച്ചുകൊണ്ട്, പ്രഹസൻ എന്നുള്ളതിനെ കളിയാക്കുക എന്നൊന്നും അർത്ഥമില്ല, പാവം തോന്നുമായിരിക്കും മിക്കവാറും, പുഞ്ചിരിച്ചുകൊണ്ട് ഇത്രയ്ക്കധികം അതിൽ ആണ്ടുപോയില്ലോ എന്നുള്ള അങ്ങനെയുള്ളത് അന്ന് ആലോചിച്ചിട്ട്
ഒന്ന് ആശ്വസിപ്പിക്കുമ്പോൾ മുഖത്തൊരു ചെറുപുഞ്ചിരി ഉണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രഹസനം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് കളിയാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതൊന്നുമില്ല, അത്രയൊന്നും കളിയാക്കേണ്ട ഒരു സമയമല്ല അത്. അതുകൊണ്ട് ബ്രഹ്മാവ് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വാൽമീകിയോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. വാൽമീകിരഥതം ദൃഷ്ട്വാ സഹസോത്ഥായ വാഗ്യത പ്രാഞ്ജലിഃ പ്രയതോ ഭൂത്വാ തസ്ഥൗ പരമവിസ്മിത പൂജയാമാസ തം ദേവം പാദ്യാർഘ്യാസനവന്ദനൈഃ പ്രണമ്യ വിധിവച്ചൈനം പൃഷ്ട്വാ ചൈവ നിരാമയം അധോപവിശ്യ ഭഗവാനാസനേ പരമാർച്ചിതേ വാൽമീകയേ ചർഷയേ സന്ധിതേ ശാസനം തദ ബ്രഹ്മണാ സമനുജ്ഞാതസ്വപ്യുപാവിശദാസനേ ഉപവിഷ്ടേ തദാ തസ്മിൻ സാക്ഷാല്ലോകപിതാമഹേ തദ്ഗതേനൈവ മനസാ വാൽമീകിർധ്യാനമാസ്ഥിത പാപാത്മനാ കൃതം കഷ്ടം വൈരഗ്രഹണബുദ്ധിനാ യത്താദൃശം ചാരുരവം ക്രൗഞ്ചം ഹന്യാദകാരണാത് ശോചന്നേവ പുനഃ ക്രൗഞ്ചീമുപശ്ലോകമിമം ജഗൗ പുനരന്തർഗതമനാഃ ഭൂത്വാ ശോകപരായണ തമുവാച തതോ ബ്രഹ്മ പ്രഹസൻ മുനിപുംഗവം. ഇനി ബ്രഹ്മാവിൻ്റെ അനുഗ്രഹമൊക്കെ ആ ശ്ലോകത്തിൻ്റെ ശ്രേഷ്ഠതയും സൗന്ദര്യവും ഒക്കെ അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള ഇന്നത്തെ ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.